നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാസർ ദേവി ടെമ്പിളിൽ പോയിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ ആ വഴിയാണിത്. അതിന് തൊട്ട് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു കാർ ഇവിടെ വേണേലും ഇടാമെന്ന് പറഞ്ഞു. നമുക്കിനി അങ്ങ് താഴോട്ട് ഇറക്കാനില്ല, നാളെ രാവിലെ നമ്മൾ പോവില്ല. അപ്പോൾ പിന്നെ എനിക്ക് കാണുമ്പോൾ പേടി, അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇടാമെന്ന് എഴുതി. ഭയങ്കര കാറ്റിടും, നല്ല തണുപ്പ്. കാസർ ദേവി ടെമ്പിളിൻ്റെ ഇവിടെ ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ ചൂടൊന്നുമില്ല, തണുക്കുന്നുണ്ട്. തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റ്. കാറ്റിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജിലേബി ഇരിക്കണം, നോക്ക്, ജിലേബി, സമൂസ. ജിലേബി. മഴ വരുമ്പോലെ കാറ്റിൻ്റെ ശബ്ദം, നല്ല കാറ്റ്. മഴയൊന്നുമില്ല, കാറ്റ് കണ്ട. വെയിലും ഉണ്ട്, കാറ്റും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. നല്ല തണുപ്പല്ല, കാറ്റിൻ്റെ ഒരു തണുപ്പ്. കപ്പൽ വാങ്ങിക്കായിരുന്നു, ഇവിടെ വറുത്ത് തന്നത്. വിശക്കണം സത്യമായിട്ടും. 10 രൂപയ്ക്ക് തരാൻ പറ. ആരുമില്ലേ भैया? कितना है? 20 का। ये पैकेट दे दो, एक पैकेट। പൈസ നല്ല കപ്പുണ്ട്, ചൂടോടെ വറുത്തത് തന്നെ കൊള്ളാനും. അത് നമ്മൾ യു പിയിലൊക്കെ പറഞ്ഞ വഴിക്ക് നിറയെ റോഡ് സൈഡ് വറുത്ത് വച്ചിരുന്നു. ഇവിടെ അങ്ങനെയില്ല. തണുക്കുന്നു. അയാൾ അവിടെ പോയി. ഇതൊന്നും അയാളെ പേരെന്തോന്നു? ദീപക് ഇവിടെ പോയി. പൈൻ മരം നോക്കാം, അല്ല പൈൻ നിൽക്കണം കേട്ടോ, മുകളിൽ കണ്ടുകൂടാ. ഇവിടെ നേർച്ച് ലിച്ചിയും ഓറഞ്ചും ഉണ്ട് കേട്ടോ. ഓടി. അപ്പോൾ ആ ഗാവിൽ പോവുകയാണെങ്കിൽ ലിച്ചിയെ കൊണ്ടുപോയി കാണിച്ചു തരാവേ. വന്ന വഴിക്ക് കണ്ടു, പക്ഷെ അവിടെ കാർ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് പിന്നെ നിർത്താത്തത്. പിന്നെ എടാ, നീ ഇന്നലെ നാരങ്ങ എന്ന് പറഞ്ഞില്ലേ, അത് മറ്റേ കമ്പിളി നാരങ്ങ വലുത് നമ്മളെ കണ്ട്. നമ്മൾ റൂം എത്തിയിട്ടുണ്ടേ. ഇവിടെ ഒരു ഞാൻ പറഞ്ഞത് കുംകൗനി താലി ഇവിടുത്തെ സ്പെഷ്യലാണേ. അപ്പോൾ അത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. വയറൊക്കെ നിറഞ്ഞിരിക്കണമെങ്കിലും വിശപ്പുണ്ട്, അത് വേറെ കാര്യം. വിശപ്പുണ്ട്, എന്നാൽ വിശപ്പില്ല എന്നാലും. അപ്പോൾ ഒരെണ്ണം വാങ്ങി കഴിച്ച് നോക്കാം എന്ന് കരുതി. വൈകിട്ട് നമ്മൾ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല ഫ്രഷായിട്ടാണ് എല്ലാം കുക്ക് ചെയ്തൊക്കെ തരുന്നത്. അപ്പോൾ എത്ര ദിവസമായില്ലേ ചിക്കനൊക്കെ കഴിച്ചിട്ട്. ഏതൊക്കെ സമാധാനമായി. ഒരു ഈവനിങ് കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതേതൊക്കെ അപ്പം ഇനി വൈകിട്ട് നമ്മൾ അങ്ങ് അവിടെ വീടുകളൊക്കെ കാണുന്നില്ലേ, അവിടേക്ക് പോവും. ഗാവ്, അവിടേക്ക് നമ്മൾ പോവും. ബട്ടർഫ്ലൈ ലീവ്സ് എടാ, ഇല കഴിക്കാമായിരുന്നല്ലേ, വെളിയിൽ ഇരുന്ന് കഴിക്കാം. ഇവിടെയൊക്കെ ലിച്ചി ട്രീ ഉണ്ട്, ലിച്ചി ഓറഞ്ച്. നല്ല ഭംഗിയുണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷെ മൂടിയുള്ള മഞ്ഞില്ല, നല്ല തണുപ്പുണ്ട്. ഇതാ ഒരു പട്ടി നോക്ക്, ജർമ്മൻ ഷെപ്പേർഡ്. നമ്മൾ ലഞ്ച് റെഡിയാ? വെള്ളം തയ്ക്കണം, ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കണം. നമ്മുടെ താലി റെഡി ആയിട്ടുണ്ട്. നമുക്കിഷ്ടമായില്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന അച്ചാറൊക്കെ എടുക്കാം. അവിടെ തരാൻ പറയത്തുണ്ട്, അങ്ങോട്ട് എടുക്കാം. അവിടെ പ്ലേറ്റ് ഇടറാ, അവിടെ ഇരിക്കാം നമുക്ക്. ഇതാണ് താലി കേട്ടോ, 500 രൂപയാണ് താലിയുടെ വില. ആ ചുമന്ന ചോറൊക്കെ ഇരിക്കണം. റാഗി റൈസാ, റെഡ് റൈസ് എന്ന് എഴുതിയിരിക്കണം അവരുടെ ഇതിൽ. സോറി ഡി, റാഗി റൊട്ടി.
ഒരു പ്ലേറ്റ് കൂടെ തരാൻ പറ. കൊണ്ടുവന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് വേണ്ടേ? ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഇത് നമ്മുടെ റൈസ്, റെഡ് റൈസ്, ചോറിൻ്റെ രുചി. എന്ത് സാധനം? പച്ചടി പോലൊരു സാധനം. അതും ഇവരെ ഒരു ഡാൽ കറി പോലെ എന്തോ. പൊട്ടറ്റോ ഫ്രൈ. എന്തോന്നു? ചിക്കൻ അല്ല. അതും എന്തോ ഒരു കറി. അത് സ്വീറ്റ്. അത് സ്പൂൺ കൊണ്ട് പറ്റൂല. പോരായിരുന്നു. റൊട്ടി നോക്കാം. റൊട്ടി, ചൂട് റൊട്ടി തണുത്ത് പോവും. നീരി നിനക്കൊന്നും വേണ്ടേ? ഒന്നും വേണ്ട. പൊട്ടാറ്റോ കറി വെച്ച് തിന്നു. പൊട്ടാറ്റോ വെച്ച് തിന്നു. റൊട്ടി കൊള്ളാം, കുഴപ്പമില്ല. ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളന്ന് വാരണാസിയിൽ നിന്ന് കഴിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ നോക്കട്ടെ. എന്തോ പക്കോട കറിയാക്കിയതാണ് കേട്ടോ. ഒരു വേള ഒന്ന് കൊതിയിട്ടുണ്ടിരിക്കാതാ. കുഴപ്പമില്ല. എൻ്റെ അമ്മേ, ഞാനിപ്പോൾ ഒരു പരക്കം വന്നാന്. എങ്കിൽ എൻ്റെ പല്ലും മുഖവും മൂക്കും വായും ഒക്കെ പോയാന്. നല്ല കല്ലായിരുന്നു. നല്ല ഷേപ്പ് വന്നാനേട്ടാ. കിട്ടിയെന്ന് ഏട്ടൻ പറയുന്നത്. നമ്മളങ്ങോട്ട് നടക്കാൻ അയാൾ വരാമെന്ന്. നമ്മൾ കുമൗലി താലി കഴിച്ചു. എനിക്കിഷ്ടമായില്ല, കൊള്ളില്ലായിരുന്നു. വാരണാസിയിലെ താലി പോലെ നല്ലതായിരിക്കും എന്നും പറയണം. ഓർഡർ നോക്കട്ടെ, പൈന് കൊള്ളില്ലായിരുന്നു. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അവരുടെ ഗാവ്, അവരുടെ റിലേറ്റീവ്സൊക്കെ അവിടെ തൊട്ട് താഴെ താമസിക്കുകയാണ്. അപ്പോൾ ഒരാളെ ഹോട്ടലിൽ നിന്ന് വിടാമെന്ന് പറഞ്ഞു. പോയി നമുക്ക് അവിടെയൊക്കെ കണ്ട് ഉത്തരാഖണ്ഡിലെ അൽമോറയിലെ കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം അല്ലേ. തണുപ്പുണ്ട് കേട്ടോ. മഞ്ഞില്ല, പുകമഞ്ഞില്ല എന്നേ ഉള്ളൂ. തണുപ്പുണ്ട്. പക്ഷെ രാവിലെ അവിടെ പോയപ്പോഴൊന്നും വലിയ തണുപ്പില്ല. ഇപ്പം ചെറിയ തണുപ്പുണ്ടല്ലേ? തണുപ്പില്ലേ? തണുപ്പുണ്ട്. അവൾ അവിടെ നിന്ന് വാങ്ങിച്ച കപ്പലിനെ തിന്നുകൊണ്ട് നടക്കുകയാണ്. ആർക്കും കൊടുക്കൂല. അവൾക്ക് എന്നാ വേണമെന്ന് പറഞ്ഞു. എന്തിനാണ് അവർ തീയിട്ടത് ചോദിച്ചൊക്കെ. അങ്ങോട്ടല്ല വഴി, ഇങ്ങോട്ടായിരുന്നു. വേറെ അപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ടാണ്. ഇതൊക്കെ എന്ത് മരമായിരിക്കും? ഞാൻ ഓറഞ്ചോ ലിച്ചി ഉണ്ടോന്നാണ് നോക്കുന്നത്. ഏട്ടക്കിടന്ന് ബേളം വെച്ചാലേ ഞങ്ങളൊരു പോക്ക് പോവും. പിന്നെ എന്താ പറയാൻ വന്ന്, ഇത് നമ്മൾ തിരിച്ചു കയറണ്ടേ? ഏതായാലും ഇതുപോലത്തെ വഴിയായിരിക്കുമല്ലോ. അതാ ലിച്ചി മരം. എന്താ ഇത്? ലിച്ചി മരമാണ്. ലിച്ചി നിൽക്കുന്നതിൽ നമ്മളവിടെ മോറിലൊക്കെ വരണം. ലിച്ചി എന്നും പറഞ്ഞ് പറിക്കാൻ പറ്റും. പറിക്കാം. കയ്യെത്തൂലല്ലോ. ഒരു കത്തിച്ച് തുടങ്ങിയേക്കണം. എനിക്ക് കയ്യെത്തിയില്ല. അത്ര ടേസ്റ്റുള്ള സാധനമല്ല. എനിക്കിഷ്ടമല്ല ഇത്. ഇതിപ്പോൾ വാടി നിൽക്കണോണ്ട് കൊള്ളാമോ എന്തോ. വലുത് നോക്കി പറിക്കാം. നോക്കട്ടെ, തിന്ന് നോക്കട്ടെ. ലിച്ചി തന്നെ വല്ല വിഷക്കായങ്ങാനാണോ എന്തോ. ചോദിച്ചിട്ടിരിക്കല്ലേ. ആ കാവരണം പറിക്കാൻ പറ്റുമോ? പൈൻ കാ. ഇതേ തിന്ന് ചത്തോയാലേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടതുകൊണ്ട് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ട് കഴിക്കാം. പഴുത്തില്ല, പച്ച ഇത്. അത് തന്നെ പൈൻക. അയ്യ, അതെനിക്കിഷ്ടപ്പെട്ടു. ഏട്ടാ വേണ്ട പറിക്കണ്ട പറയുന്നത്. ഭയ്യ ലിച്ചി ഹേ, ലിച്ചി ലിച്ചി ലിച്ചി. ഇത് ലിച്ചി അല്ലാന്ന്. വേറെന്താണ്? ലിച്ചിയല്ല. ഭാഗ്യം ഞാൻ തിന്നാത്തത്. തിന്നിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഈ സോക്സൊക്കെ ഊരിക്കളഞ്ഞ കൊച്ചേ. ഇവിടെ തള്ളിയിട്ടല്ലേ പൊന്നെ. ഇന്നിങ്ങനെ നമ്മൾ തിരിച്ചെത്തുമോ? അവിടെ ആദ്യം എത്തിയാൽ മതിയായിരുന്നു. ഇനിയും കുറേ ദൂരം ഉണ്ട് കേട്ടാ. ഇത് പാനിയൊക്കെ ലൈൻ പാനിയുണ്ടത് വെള്ളത്തിൻ്റെ. കപ്പലിൻ്റെ പോയാ. ഇനി നമ്മൾ സോയിൽ ഇറോഷൻ തടയാനാണ് ഈ തട്ടുകളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ സോഷ്യൽ സ്റ്റഡീസിൽ? പൊന്നിന് പഠിക്കാനില്ലേ സോയിൽ ഇറോഷൻ? കാണുമെന്തോ.
പഠിക്കുന്ന കാര്യം മാത്രം ചോദിക്കരുത്. അടിപൊളി കേട്ടോ. ചില സിനിമയിലൊക്കെ കാണും പോലത്തുള്ള സ്ഥലങ്ങൾ, നമ്മൾ വേറെ എവിടെയോ വന്ന പോലെ. എന്തായാലും ഈ ഒരു യാത്ര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലായിടും കൊള്ളാം, നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഇതൊരു വേറെ സ്പെഷ്യൽ. മറ്റേതെല്ലാം നമ്മൾ ദൈവികമായിട്ടുള്ള സ്ഥലത്തല്ലേ പോയത്, ഇത് അങ്ങനെയല്ല. ഉത്തരാഖണ്ഡിൻ്റെ കട്ടുകൾ കൂടെ നടക്കുന്ന വേദയും ശ്രീകുട്ടി. പുള്ളിയുടെ വീടാണാ? നമ്മൾ അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഓറഞ്ചൊക്കെ നിറയുന്നു. ഇവിടെ ഓറഞ്ച് ഒന്നുമില്ല. ഇവിടെ എന്തോന്നെങ്കിലും കൃഷി ചെയ്യുമെന്ന് ചോദിച്ചോ. എന്തോ കൃഷി ഇവിടെ ഒന്നും വളരില്ല എന്തോ അല്ലേ, വെറുതെ ഇങ്ങനെ ഭൂമികൾ കിടക്കണത്. ഒന്നും പൊടിക്കൂലെന്ന് തോന്നണേ, തരിശ് ഭൂമിയായിരിക്കും. ടൂറിസം മാത്രമായിരിക്കും ഇവരുടെ ഒരു ഇത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തെല്ലാം കൃഷി ചെയ്യാൻ, വെറുതെ ഭൂമി കിടക്കയില്ലേ. പാവല്ലേ, ഇവർക്കൊന്നും വരാൻ വേറെ വഴികൾ കാണൂലല്ലേ. പശു ഉണ്ടെന്ന് തോന്നുന്നു. വൈക്കോല് ഇവിടെയൊക്കെ ചാണകം കിടക്കുന്നു. ഓ കുഴപ്പമില്ല, ചാണകം തന്നെ അല്ലേ. എന്തോ ഒരു ഫ്രൂട്ട് നിൽക്കണേ, ഫ്രൂട്ട് തന്നെ, അത് കാട്ടും ചെടിയാ. ചാണകം. ഇനി വരുമോ അദ്ദേഹം ചാടി കുരയ്ക്കണ്? താഴെ കൂടെ റോഡുണ്ടേ. നമ്മളിത് എവിടെ പോണത് കേട്ടാ? തിരിച്ചു തൊഴിൽ തന്നെ കയറാനുള്ള. എനിക്ക് എന്നെ എടുത്തോണ്ട് പോവും മറ്റേ ശബരിമലയൊക്കെ കൊണ്ടു. ഓ ഓ ഓ ഡോളിയില്ലല്ലാതെ എന്നെ കൊണ്ടൊന്നും വയ്യ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, തണുത്തൊരു കാറ്റും. സൂപ്പർ. ഇവിടെ ഒന്നും അല്ലേടെ വീട്. പശുക്കളുണ്ട്, പക്ഷെ പശുവിനൊന്നും ഞാൻ നമുക്ക് ഓറഞ്ച് ഇരിക്കുന്നു. അതിന്ന് പറഞ്ഞ പരസ്യം അങ്ങോട്ട് ചോദിച്ചു. ഓറഞ്ചല്ല, ഓറഞ്ചും നിൽക്കണ്, നാരങ്ങയും നിൽക്കണ്. അയ്യോ പട്ടി ഒന്നും ചെയ്യൂലേ? പോ പോ. ഓറഞ്ച് പഴുത്ത് താഴെ വീണ് കിടക്കുന്നു. അവിടെ വീണ് കിടക്കുന്നു. അവിടെ വീണ് കിടക്കുന്നു. വേദന എടുത്ത് വരീണത്. കുത്ത ഒന്നും ചെയ്യൂലേ? എല്ലാ വീടുകളിലും പട്ടിയുണ്ട് കേട്ടോ, എല്ലാ വീടുകളിലും. അത് തടിയൻ പട്ടികളാണ്. കണ്ട ഓറഞ്ചൊക്കെ നിൽക്കണേ, അവിടെ നിൽക്കുന്നു. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇതുപോലൊരു ഗ്രാമത്തിലൂടെ യാത്ര ആദ്യം. നമ്മൾ ഈ ഒരു റിസോർട്ട് തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റിയത് കേട്ടോ. അല്ല ടൗണിലൊക്കെ ഇരുന്നെങ്കിലാ. ഓ കല്ല് കൊണ്ടാട്ടോ മേൽക്കൂര. വൈക്കോല്, പശുവിനെ കഴിച്ചു വിട്ടേക്കാണ്, കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. കൊള്ളാം മാഡോ. ഉത്തരാഖണ്ഡ് കാ ഗാവ്. ഓറഞ്ച് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സ്കൂട്ടർ പോലും പോവില്ല ഇതുവഴി. കുഞ്ഞു വീടൊക്കെ നോക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള വീട്. ഓറഞ്ച് ഇങ്ങനെ നോക്ക്, നിറച്ചുണ്ട് കേട്ടോ. അതാ അവിടെ താഴെ വീട്ടിലൊക്കെ നിന്ന്. ഇല്ലല്ല, ഇത് ഓറഞ്ച്. നാരങ്ങ ഒരു മഞ്ഞ കളറാണ്. പുള്ളി അങ്ങ് പോയെന്ന് തോന്നുന്നു. അവിടെയൊക്കെ നിൽക്കണം ഓറഞ്ച്. ഓ എന്തായാലും ഒരു ഓറഞ്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇവിടുത്തത് എങ്ങനെയാണ് എന്നുള്ളത്. ഉത്തരാഖണ്ഡിൻ്റെ ഓറഞ്ച്. പിന്നെ വീഴാതെ വലിയ ചാമ്പ്യനായിട്ട് പോകണം. എല്ലാ സ്ഥലത്തും പോകും ഇതുപോലത്തെ ഗ്രാമം. കഴിഞ്ഞ് നമ്മൾ UP പോയപ്പോൾ നിഷാന്തിൻ്റെ വീടിൻ്റെ അവിടെ ഒക്കെ പോയി. അത് പക്ഷെ വേറെ. പക്ഷേ
പക്ഷെ അത് വേറെ കൃഷിയൊക്കെ ആയിരുന്നേ. ഇത് ഇത് വേറൊരു ഭംഗി. തട്ട് തട്ടായിട്ട് വീടുകളും ഇത് വേറെ സ്റ്റേറ്റിലെ ഇതല്ലേ. നമ്മൾ കേരളത്തിലൊന്ന്, തമിഴ്നാട്ടിലൊന്ന്, അതുപോലെ ഉത്തർപ്രദേശിൽ വേറൊന്ന്, ഉത്തരാഖണ്ഡിൽ വേറൊന്ന്. ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം ഇവിടത്തേക്ക് മാത്രമായിട്ട് ട്രിപ്പ് പോകണം, ഡെറാഡൂണൊക്കെ പോകണം. ഞാൻ എന്തിനു വൈക്കോല് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്? തറയിൽ സ്ഥലമില്ല, അതുകൊണ്ടായിരിക്കും. കൂടെ വന്ന പട്ടിതോ അവിടെ ഇരിക്കുന്നു. നല്ല പട്ടി, നല്ല സുന്ദരി കുട്ടികള്, സുന്ദരി പിള്ളേർ. വീട് അതിന്റെ കൺസ്ട്രക്ഷൻ നോക്ക്, പഴയ രീതിയിലുള്ള. റോസാപ്പൂ. പോവാട്ടാ. ഇതാണ് നമ്മുടെ ദീപക്കിൻ്റെ ആൻറ്റിയുടെ അങ്കിളുടെ ഒക്കെ വീടെന്ന് പറയുന്നത്. ചായ ഇട്ടുന്നെങ്കിൽ എവിടെ പട്ടി 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 പട്ടി, അത് കടിക്കണ പട്ടിയാണ്. അവരുടെ വീട്ടിലെ പട്ടിയെ നമ്മളെ കണ്ടെന്ന് ഓടി വന്ന് കെട്ടിയിടാൻ പിടിക്കണേന്. നോക്കത് കൈ തട്ടി മാറ്റുന്ന കെട്ടാൻ പിടിച്ചപ്പോ. ഇതിനെവിടെ കെട്ടാൻ പോണത്? നമസ്തേ. ടീക്ക് ടീക്ക്. ഇതാട്ടോ ആ ദീപക്കിന്റെ അങ്കിൾ ആന്റി വീട്. मंजुष्ट। हम केरल से आता है। अच्छा केरला। और कैसा लग रहा है अभी यहाँ गाँव? हिंदी नहीं। अच्छा है। अच्छा नहीं है क्या यहाँ? हिंदी नहीं। अरे हिंदी नहीं बोले। गाँव अच्छा है। हाँ। गाँव भी अच्छा है। गाँव अच्छा है, आप भी अच्छा है। हम भी अच्छे हैं। कैसे लग रहा है आपको? हम अच्छे, हम कितने बुरे हैं क्या पता? वो दीपक के मालूम है। अच्छा दीपक नहीं, ऐसा ऐसा ये ऑरेंज ऑरेंज खट्टा है। खट्टा പുളിപ്പെന്നായിരിക്കും പുളിപ്പെന്നായിരിക്കും കഴിക്കാൻ. നെയ് ആ പുളിപ്പെന്ന് എന്താ പറയാ. അവിടെ വൈക്കോല്, അവിടെ വീട്, എൻ്റെ താഴെ അവിടെയാണ് അവര് ഗാവ് കാ ഹോം. പശുവിന്റെ വീട്, തൊഴുത്ത്. പക്ഷെ അവരുടെ സെറ്റപ്പ് നോക്കത് വേറെ. പശുവൊക്കെ തന്നെ അവിടെ നോക്കിക്കണേ. പശു പശു पशु पशु मलयालम में पशु बोलता है। പശു. मलयालम से തൊഴുത്ത്. പശു കാ ഘർ തൊഴുത്ത്. और अपने होती फिल्म बनाओ कुमाऊनी भाषा। കുമൗനി ഭാഷ. ആ ഓ കൃഷി എന്തെന്ന് പറയൂടാ. ഏ ക്യാ ഹേ ലീഫ്? ये क्या है? कौन? कोंडोर पालक, हरी सब्जी। पालक. हाँ पालक मालूम मालूम. ए है ये नहीं, ये दूसरा है। ഇത് വേറെയാണ്. മധുരം ഉണ്ടോ നോക്കട്ടെ. चाकू लाओ, काटोगे नमक के साथ ഇത് മറ്റതാണ്. लाओ। ജ്യൂസ് അടിക്കണത്. ഈ കേരള में जूस अच्छा हाँ। നിക്കണ്. आकर അവര് കത്തി കൊണ്ടുവന്നു. ഉപ്പും മുളകൊക്കെ കൊണ്ടുവന്നു. मुगलन धरो नाला मुगलन धरो ये क्या है? ये नमक नमक है। ഉപ്പ്. ഉപ്പല്ലേ? हाँ, കേരള. पहाड़ी है, पहाड़ी अपने हाथ से पिसा हुआ ഓ ചമ്മന്തി. नमक, पिसा हुआ नमक। അവിടെ കൊടുത്ത് അവരെങ്ങനെ കാണിച്ചു തരും. ഇനിയിപ്പോ ഞാൻ പൊളിച്ചില്ലേ. और
कैसा हो रहा ഇതിൽ മുക്കി തിന്ന് നോക്ക്. അവർ ചെയ്തു തന്നാണ്. എന്നാ, മുക്കി തിന്നു. കൊള്ളാം. अच्छा हो रहा है अच्छा है. അച്ഛാ, अच्छा है? ഇതിൽ കറിവേപ്പില, ഉപ്പ്, മുളക്, എന്തൊക്കെയോ മസാലകൾ. കൊടുക്കാം അച്ഛനെ തന്നെ കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. ഇത് കൊള്ളാം ചമ്മന്തി. അത് കഴിഞ്ഞടാ. ഇങ്ങട് ഓറഞ്ച് ഇത് മുക്കണമെങ്കിൽ ഓറഞ്ച് പൊളിച്ചാലേ പറ്റുമോ? ഇങ്ങട് सिलबट्टे में पीस रखा है सिलबट्टे में അമ്മിക്കല്ലിട്ടിൽ അരക്കണേന്ന്. മിക്സിനായി. मिक्सर नहीं है रात से ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചമ്മന്തി നമ്മളെ ഇത് പോലെ. ഓറഞ്ച് നമ്മളവിടുത്തെ പോലെ വാങ്ങിക്കാൻ കിട്ടാത്ത സാധനം ഇല്ലേ? ഫ്രഷാണ് സാധനം. ഇത് മരത്തിലല്ലേ എന്നാലും വാങ്ങിച്ചു തന്നത്. കുറച്ച് അതിൽ എടുക്കാൻ പറ്റില്ല. കൈ വേണമെങ്കിൽ പോയി കഴിവ്. ഇവിടെ അവിടെ വാഷ് വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും തീറ്റി തന്നെ. ചായയാണ് പ്രതീക്ഷിച്ചത്. നല്ല വലിയ വീട്, അത് റിച്ച് ഫാമിലീസ് ആണെന്ന് തോന്നുന്നു. തുളസിനായി तुलसी नहीं रखा है इसमें रखेंगे കേരള തുളസി. हाँ तुलसी उधर है वो तुलसी के लिए ആ ഓക്കെ ഓക്കെ. വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് ഒരു. ഓക്കേ. താങ്ക് യു. ये बात है ഏ चलो फिर आते रहना ഏ? फिर आते रहना कहा ആ അവിടെ ആ हाँ वहाँ കേരളമ്മ हाँ आएंगे फिर आएंगे हम पहले आप आ जाना പത്മനാഭസ്വാമി ടെമ്പിൾ. ഓക്കേ ആൻറ്റി. ബൈ. കിണറല്ലേ? ഓ ഈസ്പാനി. ഈ വെള്ളമാണ് അവരെ കിണറാണ്. ഇവിടെയാണ് വെള്ളം കുടിക്കാൻ കുളിക്കാൻ ഒക്കെ എടുക്കണേന്ന്. കുടിക്കാൻ എടുക്കണേന്ന്. കുളിക്കാനും പിന്നെ വേറെ ഇവിടെ വേറെ വഴിയില്ലല്ലോ. റോസയിൽ നിൽക്കണ പൂ നോക്കി. ഇത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആട്ടോ ഇങ്ങനെ നിറയെ പൂവായിട്ട് നിൽക്കുന്നത്. ഇതിൽ നാരങ്ങില്ല. ആ ഓ ഇപ്പം താഴെ പോനെ. ഇതൊക്കെ എന്തോ കൃഷിയാണ്. ഓ അത് കടുകിൻ്റെ ആയിരുന്നു. എൻ്റെ വലിയ ചെടി ഇപ്പുറത്ത് നിൽക്കണം. കടുകിൻ്റെ ആയിരുന്നു. ചാളി വീണാ തീർന്നു. लग रहा है यहाँ കൊള്ളാം. എങ്ങനെ ഉണ്ടെന്നാ? അച്ചായേ അച്ചായേ अच्छा है അച്ഛാ ബഹുത് അച്ഛാ. क्या है नीचे ഏ नीचे यहाँ घूम के आए അभी आएगा. ആ ആ ഹിന്ദി നെയ്. नहीं जानते हिंदी नहीं जानते ഓറഞ്ച് അല്ലേ? ऑरेंज चल നാരങ്ങ നാരങ്ങ പറിക്കാൻ വല്ലവരും വെള്ളയിൽ കയറി പറിച്ച് അവർ അടിയും കൂടെ തന്നു വിടും. അമ്മ പട്ടികളില്ലാത്തൊരു വീടില്ല. പോന്നീ അവളങ്ങ് ഫ്രണ്ട് എവിടെ? ഇത് പാലക് ചീരയാണ്. പാലക്കാണ്. അല്ല അത് കടുകിൻ്റെ ആണ്. കടുകിൻ്റെ ചാണകം. സ്മെല്ലൊന്നുമില്ല കേട്ടോ. അത് ക്ലൈമറ്റിൻ്റെ ഇതുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല. തീയിടുന്നതാ. അതെ പോകാം. ഒരു കത്തിക്കുന്നു. കാട് വരാതിരിക്കാനായിരിക്കും. ഇവിടെ എന്തോ കൃഷി ഉണ്ടായിരുന്നു. മറ്റേ കോലമൊക്കെ കുത്തിക്കുന്നു. ഈ സീസണിൽ അതിന് മുന്നേ ഉള്ള കരിമ്പാണോന്നൊരു സമയം. ഇത് അത് മുളയാ. ഇതെന്തോന്ന് കരിമ്പാണാ? കരിമ്പല്ല, മുള മുള. ഓ അവിടെ ഒരു ചെടി നിന്ന് അതിൽ കയറി കൈ കൊണ്ട് മുള്ളം തോന്നായിരുന്നു. കുത്തി ഇറങ്ങണം ആ മുള്ള്.
ഇത് അവിടെ ഒരു മന്ദിറുണ്ട് കേട്ടോ, അങ്ങ് ഏറ്റവും മുകളിൽ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. ഓ വയ്യ കേട്ടോ, നടന്ന് ഈ മുകളിൽ കയറി ഇനി ഇത് അത്രയും ദൂരം നമ്മൾ നടക്കണം തിരിച്ച്. അതെ, ഇത് കൃഷിസ്ഥലമാണെന്ന് കേട്ടോ, ഡാലൊക്കെ കൃഷി ചെയ്യും. ഇപ്പം സീസണല്ല, എനിക്കൊന്നും ഇപ്പം നട്ടാൽ പിടിക്കില്ലായിരിക്കും, വെയിലത്തൊക്കെ ആയിരിക്കും അവർ നടുന്നത് കേട്ടോ. അതാണ്. എന്നിട്ട് കരിച്ചിടും, കരിക്കുമ്പോൾ മണ്ണിന് വളമാകും എന്നാണ് പറയുന്നത്. ചാമ്പൽ കൊണ്ട്, ചാമ്പൽ തന്നെ തിരുവനന്തപുരത്ത് അങ്ങനെ പറയും. ഇപ്പോൾ കരിഞ്ഞിട്ട് അതാണ് തീ ഇട്ടേക്കണത്. ഓ ഏത് സമയത്താണ് തോടെ കൃഷി വായന ശരിയാണല്ലോ. അപ്പോഴൊന്നും നല്ല ഭംഗിയായിരിക്കും, നല്ല പച്ചപ്പിൽ. ഫൈനലി നമ്മൾ നമ്മുടെ തൃശ്ശൂർ വിസ്തയിലെത്തിയിട്ടുണ്ട്. നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലൊരു മുള്ളു പൂത്ത് കയറി, അതിനെ ഇളക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു. മുള്ളാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി, എന്നിട്ട് ചെന്ന് പിടിച്ചു. അപ്പോൾ അഹങ്കാരമല്ലേ, അപ്പം ഭയങ്കരമായിട്ട് നീറുന്നു. റൂമിൽ പോയിട്ട് പിന്നെ വെച്ച് കുത്തി നോക്കാം. കുത്താനൊന്നും ഇല്ല, എന്തോ ഒരു ചെറിയൊരു ഇവിടെ നോക്കിയാലും പട്ടികളത്ര നമ്മളെ പുറകെ വരക്കും. ഓ ഓടാൻ പോലും വയ്യ. അത് തിരിച്ചു പോയി. ഓ ഇനി എനിക്കെങ്ങും പോകാൻ വയ്യ. ക്യാമ്പർ കുറച്ച് കഴിഞ്ഞല്ലേ. നമുക്കൊരു ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ. ജൂൺ മാസത്തിലാണ് പുക പോലെ മഞ്ഞ് വരുന്നത്, അതായത് മഴ സമയത്താണ് ഇവിടെ കൃഷിയുള്ളത് എല്ലാം. അവരൊരു കുഞ്ഞ് ഫയറെല്ലാം സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. കുഞ്ഞല്ല, വലിയ ഫയർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വന്ന പാടെ ചോദിച്ചു ഫയർ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം ഒന്ന് നമ്മുടെ തണുപ്പിനെ ചെറുക്കാനായിട്ടും, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിക്കൊരു ഭംഗി കൂട്ടാം എന്നൊക്കെ കരുതിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇന്നലെ വന്നപ്പോൾ നമ്മൾ 7:30 കഴിഞ്ഞു, കുറച്ച് ലേറ്റായി പോയി, നാളെ ആവട്ടെ, നാളെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മളങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർ ഫയറെല്ലാം വൈകിട്ട് സെറ്റ് ചെയ്തിട്ട് വിളിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഇന്നുണ്ടായിരുന്നവരെല്ലാം ചെക്കൗട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രം ഇറങ്ങി കുറച്ച് സമയം ആ ഫയറിൻ്റെ അവിടെയൊക്കെ നിന്നു. ടോട്ടൽ ഇവിടെ 5 റൂം എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കുള്ള ഗസ്റ്റുകളെ ഇവിടെ ഉണ്ടാവാറുള്ളൂ. എന്തായാലും ആ തണുപ്പത്ത് ആ ഒരു ഫയർ വന്നപ്പോൾ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, വൈകിട്ടായാലും ഭയങ്കര തണുപ്പ് കേട്ടോ. ഈ മഞ്ഞപ്പുക അതൊന്നും ഇല്ലെങ്കിലും തണുപ്പിന് ഒരു കുറവില്ല. പക്ഷെ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു 5-6 മണി വരെ വലിയ തണുപ്പില്ല. 5 മണി വരെ ഒന്നും വലിയ തണുപ്പില്ല. 6 മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. വെള്ളമെല്ലാം ഐസ് വാട്ടർ പോലെ ആയിരിക്കുന്നത് കേട്ടോ. ഐസ് വാട്ടറിൻ്റെ കാട്ടി തണുപ്പ്, ഐസ് ക്യൂബ്സിൻ്റെ തണുപ്പാട്ടോ, അത്ര തണുപ്പാണ്. ഹീറ്ററൊക്കെ ഇട്ടാൽ ആ ഹീറ്ററൊന്ന് ചൂടായി ഹീറ്ററിലെ വെള്ളം ഒന്ന് ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അത്രയ്ക്ക് തണുപ്പാണ്. വൈകിട്ടായാലും പിന്നെ ഒട്ടും പറ്റത്തില്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ തെർമൽസും സോക്സും ഗ്ലൗവും ഒക്കെ ഇട്ട് കിടന്നാൽ വലിയ തണുപ്പൊന്നും അറിയത്തില്ല. പിന്നെ റൂമിൽ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വാർമർ വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് ഓൺ ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് മാറും. പക്ഷേ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകുമ്പോൾ കൈയൊക്കെ മരവിച്ച് പോകുന്ന അത്രയും തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, മൊത്തത്തിൽ രസമുണ്ട്. ഒരു ഭംഗി, നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു ഭംഗി ഇവിടെ വന്നപ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മൂന്നാറൊക്കെ എങ്കിലും അതിനെക്കാട്ടിയൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ക്ലൈമറ്റും അതെ, എല്ലാം മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഈ വർഷത്തെ വേദയുടെ ക്രിസ്മസ് വെക്കേഷൻ നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതെ. ഇനിയുള്ളത് സമ്മർ വെക്കേഷനാണ്. 2 മന്ത്സാണ്. 2 മന്ത്സൊന്നും നമുക്ക് കംപ്ലീറ്റ് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം വേദ ഇനി 8th ക്ലാസ്സസും ട്യൂഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നേരത്തെയൊക്കെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് 2 മാസവും കംപ്ലീറ്റ് കറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമ്മൾ അവളുടെ സ്റ്റഡീസ് കൂടെ നോക്കിയില്ലെങ്കിൽ
പറ്റത്തില്ല. നമ്മുടെ കാര്യം മാത്രം നോക്കി സ്ഥലങ്ങളൊക്കെ കണ്ട് നടന്നാൽ ശരിയാവില്ല. വേറെ കൊണ്ടുപോവാതെ പോവാന്ന് വെച്ചാലും നമുക്കെന്തോ ഭയങ്കരമായിട്ട് അവളെ മിസ് ചെയ്യും. അവൾക്ക് തിരിച്ചും അതേ നമ്മളെ മിസ് ചെയ്യും. വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്നതിന് പിറകെ വിളി തുടങ്ങും. എവിടെ എത്തി, എപ്പോൾ വരും, എവിടെ എത്തി, എപ്പോൾ വരും. നമുക്ക് കാണാതിരിക്കാൻ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമ്മർ വെക്കേഷൻ നമുക്ക് 2 മാസം കംപ്ലീറ്റ് അടിച്ചു പൊളിക്കാൻ പറ്റില്ല. എന്തായാലും ഈ വർഷത്തെ അടിച്ചുപൊളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് നമ്മളെ ചിക്കൻ കറിയും റൊട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. തണുപ്പ് 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 തണുപ്പ്. ഇത്രയും സമയം തണുപ്പില്ലായിരുന്നു. വൈകിട്ടായപ്പോൾ നല്ല തണുപ്പ്. ഓ, എത്ര ദിവസമായി ചിക്കൻ കഴിച്ചിട്ട്. നമ്മളെ ഇവിടെ നോർത്തിൽ നിന്ന് കഴിക്കില്ല എന്ന് എഴുതിയതാണ്. പക്ഷെ ഇവിടെ എല്ലാം ഫ്രഷായിട്ട് അവരപ്പോഴും വാങ്ങിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ചിക്കൻ കറിക്ക് പറഞ്ഞത്. തണുക്കണല്ലേ, ഭയങ്കര തണുപ്പ്. വൈകിട്ടായപ്പോൾ ഭയങ്കര തണുപ്പ്. ഓ, ചിക്കൻ നല്ലൊരു മണക്കണല്ലേ, കഴിച്ചാൽ മതി. തണുപ്പ് കാരണം സിബൊക്കെ മുകളിലോട്ടിട്ട്. ചിക്കൻ കറിയുടെ കളറ് നോക്ക്. വെക്കട്ടാ, പെട്ടെന്നാവട്ടെ. എപ്പോഴേ നോക്കിയിരിക്കുന്ന വേദ. ചപ്പാത്തി അവരെ എപ്പോഴും ഒരു ബോളിലൂടെ വെക്കും കേട്ടോ. ഈ ബോളിൽ കറി വെച്ചിട്ട് ഇങ്ങനെ മുക്കി കഴിക്കാനാണ് അവർ വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ കൈയിട്ട് അളുമ്പി കഴിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. ബട്ടർ ഞാനൊന്ന് മിക്സ് ചെയ്തതാണേ. മരെന്തോ മറ്റേ കടുകെണ്ണ മണം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. 2 ചിക്കൻ കറി പറഞ്ഞു, ബാക്കി വരുമോ? എനിക്ക് നാളെ പാഴ്സലാക്കി കൊണ്ടുപോകാം. കൊള്ളാമോ? പ്ലേറ്റൊക്കെ ഐസ് പോലെ ഇരിക്കുന്നു, ഐസ് ബോക്സിനകത്ത് ഇരുന്ന പോലെ ഇരിക്കുന്നു. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ കറി കൊള്ളാം. ठीक है. Coconut oil, Kerala. Oh yeah, there is mustard oil. കൊള്ളാം, നല്ല ചിക്കനും സോഫ്റ്റ് റൊട്ടി. रोटी को पूरा फूड अच्छा है. Thank you. It's totally the fresh. हाँ, हमारे ഫ്രഷ്. That's why we order chicken. അപ്പോൾ ഇന്നത്തെ കൊണ്ട് നമ്മുടെ ഉത്തരാഖണ്ഡ് വിശേഷം കഴിയുകയാണ്. രാവിലെ നമ്മൾ സ്ഥലം വിടും. എന്തായാലും ഒരുപാട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു സ്പോട്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ ഒരു എന്താണെന്ന് പറയാൻ. ഫുഡും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിലും കടുകെണ്ണയുടെ ഒരു ടേസ്റ്റൊക്കെ നിൽപ്പുണ്ടെങ്കിലും ചിക്കനൊക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ 2 ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഈ ഒരു വിശേഷം ഇവിടെ കഴിയുകയാണ്. ഉത്തരാഖണ്ഡ് വിശേഷം കഴിയുകയാണ്. നാളെ രാവിലെ നമ്മൾ തിരിക്കും. നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.